ഹായ്, ഞാനുണ്ടല്ലോ ഇപ്പൊ ഈ സമയം പോയെങ്കിലും ഓടി വന്നത് എന്നാന്നറിയാമോ? നിങ്ങളോട് അത്യാവശ്യം ഒരു കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചേച്ചിയുടെ മോനെ ഒമാനില, അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇത്. എൻ്റെ 12 വീഡിയോ കണ്ടിട്ട് പറഞ്ഞു, ആൻറ്റി ഇവിടെ മാത്രമല്ല അവിടെ ഇതുപോലെ തന്നെ ഏഞ്ചൽ നമ്പർ ഉണ്ട്, പക്ഷെ അതിന് ഇച്ചിരി ഒരു മാറ്റം ഉണ്ടെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ വീട്ടിലും ഓരോ കുടുംബനാഥൻ അല്ലെ, നാഥൻ ഇല്ലാത്തടത്ത് അവിടുത്തെ അമ്മയായിരിക്കുമല്ലോ കുടുംബം ഭരിക്കുന്നത്. ആരാണോ അവിടുത്തെ കുടുംബനാഥൻ അല്ലെ നാഥ, അവരുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് അക്ഷരമേ എടുക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ എൻ്റെ പേര് രജനി എന്നാണല്ലോ. അപ്പൊ രജനി എന്ന് വരുമ്പോൾ 6. അപ്പൊ എന്ന് പറഞ്ഞോണക്ക് അവിടെ ഒമാനിലേക്ക് അവിടുത്തെ കുടുംബനാഥൻ അല്ലെങ്കിൽ നാഥ അവരുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എടുക്കുമെന്ന് പറഞ്ഞു. ആ അക്ഷരം ആദ്യമേ നമ്മൾ ഇവിടെ ചെയ്ത് തന്നെ 12 നമ്മുടെ ഇടത്ത് കൈയുടെ മോതിര വിരലിലല്ലേ എഴുതിയത്. പക്ഷെ അവരവിടെ അങ്ങനെയല്ല. ഇടത്ത് കൈയുടെ ഇത് ഈ ചൂണ്ട വിരലില്ലേ, ഈ ചൂണ്ട വിരലിൽ അവരെഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ, ആദ്യമേ അവരുടെ പേരിന്റെ അക്ഷരത്തിന്റെ ഇംഗ്ലീഷ് അക്ഷരം ഇപ്പൊ എ കൂട്ടിയുള്ള പേരാണെങ്കിൽ എ എഴുതിയിട്ടൊരു കുത്തിട്ടിട്ട് വീണ്ടും ഒരേ. അപ്പൊ ഈ ഒരു കോളത്തിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ പോണക്കുണ്ടല്ലോ, നമ്മുടെ വീടിനൊക്കെ ഓരോ പേരല്ലേ, വീട്ടുപേരല്ലേ, കളത്തുവെളിയിൽ അല്ലെങ്കിൽ കറുകപ്പള്ളിയിൽ അല്ലെ പാട്ടേരിൽ, അങ്ങനെ ഓരോ വീട്ടുപേരല്ലേ. പക്ഷെ അങ്ങോട്ടൊക്കെ വീടിന് നമ്പറാ, ഹൗസ് നമ്പറാണ് അവിടെ ഇട്ടേക്കുന്നത്. അപ്പം അവരൊക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 33-ാം നമ്പർ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഏഞ്ചൽ നമ്പറായിട്ട് എടുക്കുന്നത് അവരുടെ ഈ വീടിൻ്റെ നമ്പറാണ് എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറയാം, അവർ ആദ്യമേ ഇങ്ങനെ ഈ കോളത്തിൽ രണ്ടാമത് ഈ 33 എന്ന് എഴുതും. ഇപ്പുറത്തും അതുപോലെ തന്നെ 33 എന്ന് എഴുതും. പക്ഷേങ്കിൽ നമ്മളൊക്കെ ഇവിടെ ഒന്നെങ്കിൽ നമ്മൾ പറയും പച്ച മഷി കൊണ്ട് അല്ലെങ്കിൽ നീല മഷി കൊണ്ട് എഴുതണമെന്ന്. പക്ഷേ അവരവിടെ ഒമാനികൾ എന്ന് വെച്ചാൽ എല്ലാവരും അറബികളാണെന്നറിയാലോ, അവരവിടെ എഴുതുന്നത് കറുപ്പ് മഷി കൊണ്ടാന്ന് പറഞ്ഞു. വേറെ ഒരു മഷി അവരെഴുതത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ പറഞ്ഞത് പോണത് തന്നെ നമ്മൾ പറഞ്ഞു, രാവിലെ 6 തൊട്ട് വൈകിട്ട് 11:30 വരെ സമയമുണ്ട്. കാരണം ഇത് അരമണിക്കൂർ കയ്യിൽ മായാതെ നമ്മൾ ഇരിക്കണമല്ലോ. എന്നിട്ട് രാത്രിയിൽ 12 ആകുമ്പോഴത്തേനും അരമണിക്കൂറാവുമല്ലോ. പക്ഷെ അവരങ്ങനെയല്ലെന്ന് പറഞ്ഞു. വൈകിട്ടത്തെ അവർ നിസ്കരിക്കുന്ന ഒരു സമയമുണ്ട്, അതായത് സന്ധ്യാപ്രാർത്ഥന. നമ്മളിവിടെ സന്ധ്യാപ്രാർത്ഥന എന്ന് പറയും, അവരവിടെ വൈകിട്ടത്തെ നിസ്കാര സമയം. ആ സമയത്ത് നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവരിത് കയ്യിൽ എഴുതിക്കൊണ്ടാണ് ഇവർ നിസ്കരിക്കുന്നത്. ഒരു ഏകദേശം അരമണിക്കൂറിന് മുകളിൽ ഇവർ നിസ്കരിക്കുമല്ലോ എന്ന് പറഞ്ഞത് പോണക്ക് നമ്മളിവിടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കും ഇതുപോലെ ഒന്ന് എഴുതി നോക്കാം എന്ന് വെച്ചിട്ട് ഇവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് പണിയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഇത് മാഞ്ഞു പോക്കോളൂ എന്ന് പറഞ്ഞു. ഇതേ രീതിയിൽ നമുക്കും എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളും എന്നോടൊപ്പം നാളെ തൊട്ട് നമുക്കും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.